നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 98 കിലോ ഉണ്ടായിരുന്ന എൻ്റെ വെയിറ്റ് ഞാൻ എങ്ങനെയാണ് കുറച്ചതെന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 വർഷത്തോളം വളരെയധികം ആത്മാർത്ഥമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഒക്കെ ശ്രമിച്ചിട്ടും എൻ്റെ വെയിറ്റ് 98 എന്നൊരു സംഖ്യയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം വാശി പിടിച്ച് ഞാൻ ഒരിക്കലും കുറയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന 4 മിസ്റ്റേക്സ് കാരണമാണ് കേട്ടോ. ആ 4 മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് അങ്ങോട്ടെടുത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ശരിയായി. എൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്ന് മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഒരുപാട് മാജിക്കലായിട്ടുള്ള ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. ഈ 4 ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളൊരു മിസ്റ്റേക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതൊന്ന് ഫിക്സ് ചെയ്തെടുത്ത് നമ്മുടെ വെയിറ്റ് ലോസ് ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ലെറ്റ്സ് ഡു ദിസ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലൊരു ഭംഗിക്ക് ഒന്നുകൂടെ പറയാം. എൻ്റെ പേര് ആര്യ എന്നാണ്. 2 വർഷം മുമ്പ് എൻ്റെ വെയിറ്റ് 98 കിലോ ആണ്. ഇപ്പോൾ അതായത് ഇന്ന് എൻ്റെ വെയിറ്റ് 84 കിലോ ആണ്. ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞത് 85 എന്നാണ്. ഓൾമോസ്റ്റ് ഒരാഴ്ചയായി. അപ്പോൾ അതിനിടയിൽ സ്റ്റിൽ ഞാൻ വെയിറ്റ് ലോസ് ജേണിയിലായതുകൊണ്ട് എനിക്ക് 1 കിലോയും കൂടി കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 84 ആണ്. ഈ ഒരു 14 കിലോ ഞാൻ കുറച്ചത് 2 വർഷം കൊണ്ടല്ല കേട്ടോ, 4 മാസം കൊണ്ടാണ്. എനിക്കറിയാം നിങ്ങൾ ആ 4 കാര്യം എന്താണ് എന്നറിയാൻ വെയിറ്റിങ്ങിലാണെന്ന്. പക്ഷെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കണേ. നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ എത്ര ആയിക്കോട്ടെ, 70, 80, 100, 150, 150 മാർക്കുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. എത്രയായാലും കുഴപ്പമില്ല, നമുക്കത് കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിചാരിക്കാണ്ട് ഒന്നും നടക്കില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഒരു 98 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവി ഞാനാണെന്നായിരുന്നു. മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഒരു 15 മിനിറ്റ് കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സവാളയൊക്കെ വാട്ടുന്ന സമയത്ത് കുറച്ച് നേരം സവാള ഇളക്കും, പിന്നെ പോയിരിക്കും, പിന്നെ ഇളക്കും, പിന്നെ പോയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ നടക്കുമ്പോൾ ഭയങ്കര കിതപ്പാണ്. എന്തോ വലിയ മലമറിക്കുന്ന പണി ചെയ്തിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലാണ്. അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എപ്പോഴും ബെഡിൽ തന്നെ കിടക്കാൻ തോന്നും. ഭയങ്കര ലോ എനർജിയാണ്. പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യില്ല. എന്തിനേറെ പറയുന്നു, മുഖം കഴുകുന്നത് ഫേസ് വാഷ് ഉപയോഗിച്ച് പോലും ഞാൻ മുഖം കഴുകില്ലായിരുന്നു. വെറുതെ മറ്റേ വെള്ളം ഒഴിച്ചിങ്ങനെ മുഖം കഴുകിയിട്ട് അങ്ങ് പോകും. പിന്നെ കുളിക്കാൻ നേരത്തെ ഏത് സോപ്പാണോ യൂസ് ചെയ്യുന്നത് ആ സോപ്പ് ഇട്ടിട്ട് മുഖം കഴുകുമായിരുന്നു. അതുപോലെ സ്ട്രെസ്സ് പിന്നെ കൂടപ്പുറപ്പാണല്ലോ. സ്ട്രെസ്സ് ഉള്ള സമയത്ത് പണ്ടാരോ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമാവുന്നത്. ഈ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനും വിചാരിച്ചു, ഓക്കെ, സ്ട്രെസ്സ് വരുമ്പോൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെ സ്ട്രെസ്സ് വന്ന് ഭക്ഷണം കഴിച്ച് സ്ട്രെസ്സോട്ട് പോകുന്നുമില്ല. ഭക്ഷണം കഴിപ്പാണെങ്കിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ബോഡിയിൽ അത് കാണിക്കാനും തുടങ്ങി. അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവായിരുന്നു എൻ്റെ ലൈഫ്. അങ്ങനെ സ്ട്രെസ്സ് കൂടി എനിക്ക് തൈറോയിഡ് വന്നു. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി. 5-ാം മാസം, അതായത് പ്രഗ്നൻസിയുടെ 5-ാം മാസത്തിലാണ് ഒരു റൂട്ടീൻ ബ്ലഡ് ചെക്കിൽ എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞാൻ അറിയുന്നത് എനിക്ക് തൈറോയിഡാണ്. ആ തൈറോയിഡ് കാരണമാണ് എൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നതൊക്കെ ആ സമയത്താണ് ഞാൻ അറിയുന്നത്. ഡെലിവറി കഴിഞ്ഞു. മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. എൻ്റെ വെയിറ്റും അതുപോലെ തന്നെ കൂടിക്കൊണ്ടേയിരുന്നു. 89 നിന്ന് പിന്നെ അങ്ങോട്ടൊരു കുതിപ്പായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് വെയിറ്റ് കുറഞ്ഞായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസും സ്ട്രെസ്സും എല്ലാം കാരണം എൻ്റെ വെയിറ്റ് അത്യാവശ്യം നന്നായിട്ട് കൂടി. അറൗണ്ട് ഒരു 96-98 ആ സമയത്ത് എത്തി വന്നു കേട്ടോ. അങ്ങനെ ഫൈനലി 98 കണ്ടപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തായാലും വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. നീ പറഞ്ഞ പോലെ നടുവേദന, കാലുവേദന, തലവേദന, കൈവേദന, അങ്ങനെ ഒരുപാട് വേദനകൾ വന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പലതവണ ക്വിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇരുന്നങ്ങോട്ട് ആലോചിച്ചു എന്താണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു 4-5 കാര്യങ്ങളുണ്ട്. വെയിറ്റ് ലോസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് കുറയാൻ എന്നെ സഹായിക്കാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന 4 തെറ്റുകൾ. ആ 4 തെറ്റുകൾ അങ്ങോട്ട് ശരിയാക്കി കഴിഞ്ഞപ്പോൾ വെയിറ്റ് കുറഞ്ഞു തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് എൻ്റെ ഒരു പോളിസിയേ അല്ല കേട്ടോ. നെവർ എവർ ഡു ദാറ്റ്. എന്നൊക്കെ ഞാൻ പട്ടിണി കിടന്ന് വെയിറ്റ് കുറച്ചിട്ടുണ്ടോ അന്നൊക്കെ അതിൻ്റെ ഇരട്ടി കൂടി വന്നിട്ടുമുണ്ട്. അത് കുറയ്ക്കാനെടുത്ത സമയത്തിൻ്റെ പകുതി മതി അത് കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് വെയിറ്റ് കുറച്ചാൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ട് കുറയ്ക്കുകയുള്ളൂ, അത് സസ്റ്റൈനബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈറ്റിംഗ് വിൻഡോ, അല്ലെങ്കിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ കഴിച്ച് നിർത്തുന്ന ആ സമയമില്ലേ, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടോ. 6 മണിക്ക് ശേഷം ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാറില്ല. 6 മണിയാണ് എൻ്റെ ഡിന്നർ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം 7 മണി. 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് എൻ്റെ ഡിന്നർ ഞാൻ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതെനിക്ക് ആദ്യമൊന്നും പറ്റുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യം 11 മണിക്കാണല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് 6 മണിക്ക് ഭക്ഷണം കഴിക്കുക, അപ്പോൾ എനിക്ക് 10 മണിയാകുമ്പോൾ വിശക്കൂലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ എങ്ങനെയാണ് എൻ്റെ സമയം 11 മണി എന്നുള്ളത് 6 മണിയാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 11 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ആദ്യം എന്ത് ചെയ്തു, 10 മണിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതും എനിക്ക് ഇച്ചിരി പാടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 10 മണി എന്നുള്ളത്, പിന്നെ അത് 9 മണിയായി, പിന്നെ അത് 8 മണിയായി, പിന്നെ 7 മണിയായി, ഇപ്പം അത് 6 മണിയായി. അങ്ങനെ ഓരോ മണിക്കൂറാണ് എനിക്ക് ആഴ്ചകൾ എടുത്തു കേട്ടോ ഈ ഓരോ മണിക്കൂർ ഗ്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഓവർ ദ നൈറ്റ് ചെയ്തൊരു കാര്യമല്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ. ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം 11 മണി എന്നുള്ളത് 10 മണിയാക്കി. അങ്ങനെ കുറച്ച് ഇപ്പം അത് 6 മണിയായി. ആൻഡ് അതിനുള്ള മാറ്റവും എനിക്ക് കാണുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ട്. ഈ ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വീണ്ടും ഫാറ്റായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. കൊഴുപ്പിൻ്റെ മുകളിൽ വീണ്ടും കൊഴുപ്പ് വേണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. പിന്നെ ഞാനിപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ 6 മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കും, 6 മണിക്ക് ശേഷം ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ചില ദിവസങ്ങളിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഭയങ്കര വിശപ്പാണ്. ആ സമയത്ത് ഞാൻ എൻ്റേതായ രീതിയിലുള്ള എന്താ പറയുക, തടഞ്ഞു നിർത്തലുകളൊക്കെ ചെയ്യും. അതായത് ചെറു ചൂടുവെള്ളം കുടിച്ചു നോക്കും, ഗ്രീൻ ടീ കുടിച്ചു നോക്കും. പിന്നെ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഒരു ചിന്ത വരാനുണ്ട്. ഏതാണെന്നറിയോ, ഒരു 7-8 മണിയാകുമ്പോൾ ഞാൻ 6 മണിക്ക് കഴിച്ചതാണല്ലോ, എനിക്ക് വിശക്കുമോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശക്കും. നേരെ തിരിച്ച് ചിന്തിക്കുക, 6 മണിക്കാണ് ഞാൻ കഴിച്ചത്, മേ ബി എനിക്ക് വിശന്നേക്കാം, ഒരു 8 മണി 9 മണിയാകുമ്പോൾ വിശന്നേക്കാം, അതപ്പം നോക്കാം എന്നങ്ങ് ചിന്തിക്കുക. അല്ലാണ്ട് അതിനെ ഇങ്ങനെ പേടിയോടെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വിശപ്പായിട്ട് തന്നെ വരുള്ളൂ. അതേസമയം ധൈര്യപൂർവ്വം വിശക്കട്ടെ അപ്പം നോക്കാമെന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് വരില്ല. പിന്നെ ഈ ചൂടുവെള്ളത്തിലും ഗ്രീൻ ടീയിലും ഒന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അധികം സ്ട്രെസ് ചെയ്യാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കില്ല. കാരണം സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കുന്നത് ബിരിയാണിയിലോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലോ അങ്ങനെ വലിയ എന്തെങ്കിലും സാധനത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശപ്പ് കൺട്രോളിലല്ല, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഓടിപ്പോയിട്ട്, ഇപ്പം എനിക്കത് അറിയുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് സൂപ്പോ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിന്നർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡാണ് കൂടുതലും നല്ലത് കേട്ടോ. ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാലും മതി. അതല്ലാതെ ഓടിപ്പോയിട്ട് വിശക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ചോറോ അല്ലെങ്കിൽ വീട്ടിലുള്ള കപ്പയോ ഒന്നും എടുത്ത് കഴിക്കരുത്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം മാക്സിമം ഡിന്നറിൻ്റെ സമയത്ത് ഒഴിവാക്കുക, എസ്പെഷ്യലി ലേറ്റ് നൈറ്റിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, മീൻ കറിയോ പയർ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉള്ള എന്തെങ്കിലുമൊക്കെ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് എടുത്ത് കഴിക്കുക. അതല്ലാതെ വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് തോരനും കൂട്ടി ചോറ് കുഴച്ച് കഴിക്കരുത്. അങ്ങനെ ഈ ഡിന്നറിൻ്റെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് തന്നെ മതി നിങ്ങളുടെ വെയിറ്റ് കുറയാൻ പകുതി സഹായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ് കേട്ടോ. വെള്ളം കുടിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇന്ന് ആരും ചെയ്യാത്തൊരു കാര്യം അത് തന്നെയാണ്. വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയാണ് അല്ലേ. വെള്ളം കുടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും അത് കേട്ടറിഞ്ഞാലല്ല അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ പിന്നെ വെള്ളം കൂടി മുടക്കില്ല. ഇതുണ്ടോ, ഇപ്പോഴും എൻ്റെ കയ്യിലൊരു കുപ്പിയുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും. ശരിക്കും പറഞ്ഞാൽ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ്. അപ്പം ഒരു ശരാശരി വെയിറ്റുള്ള ഒരാൾ 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. എന്നെപ്പോലെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ മിനിമം കുടിച്ചിരിക്കണം കേട്ടോ. ഈ കുടിക്കുന്ന സമയത്ത് ഒറ്റ വലിക്ക് കുടിക്കരുത്, സിപ്പായിട്ട്. അതായത് എന്ന് വെച്ചാൽ പിള്ളേർ കുടിക്കണ പോലെ കുടിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. 1 ലിറ്റർ വേഗം കുടിച്ചിട്ട് ആ പണി അങ്ങ് തീർത്തേക്കാം എന്ന് വിചാരിക്കരുത്. വളരെ സാവകാശം ആസ്വദിച്ച് വെള്ളം കുടിക്കുക. ഇനി വെള്ളത്തിൻ്റെ ചുവ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെള്ളത്തിന് ചുവയുണ്ടോ എന്നുള്ളത്. ഈ പ്ലെയിൻ വാട്ടർ കുടിക്കാൻ എനിക്ക് ആദ്യം ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഇത്രയും അധികം കുടിക്കാൻ 1-2 ഗ്ലാസ്സൊക്കെ കുടിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഈ 3 ലിറ്ററൊക്കെ കുടിക്കാൻ എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളം, അതായത് എൻ്റെ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. അപ്പോൾ ആ 1 ലിറ്റർ വെള്ളം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നാരങ്ങയുടെ പകുതി ആ വെള്ളത്തിനകത്തോട്ട് പിഴിഞ്ഞങ്ങൊഴിക്കും. ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇടത്തില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ലെമണിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ലെമണിൽ നമുക്കറിയാം വൈറ്റമിൻ സി റിച്ച് ആണ്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണല്ലേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജീരകം ഇട്ട വെള്ളം ഞാൻ തിളപ്പിച്ചാറ്റി അത് കുടിക്കും. അപ്പം ജീരകത്തിൻ്റെ ബെനിഫിറ്റ്സും നമുക്കറിയാം. അത് ഡൈജഷന് നല്ലതാണ്, അതുപോലെ അസിഡിറ്റീനെ ഒരു പരിധിവരെ നിർത്താൻ സഹായിക്കും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ സിനമണിൻ്റെ സ്റ്റിക്കില്ലേ, നമ്മുടെ കറുകാപ്പട്ട എന്നൊക്കെ പറയുന്ന ആ സിനമൺ സ്റ്റിക്കിട്ട വെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ വെച്ചുകൊണ്ടിരുന്നൊരു ഇൻ്റർവെൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 12 മണിക്കുള്ളിൽ ഞാൻ 1 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കുമായിരുന്നു കേട്ടോ. 1 മണി തൊട്ട് 4 മണിക്കുള്ളിൽ ഞാൻ അടുത്ത ലിറ്റർ വെള്ളവും കുടിക്കും. അവസാനം 4 മണി തൊട്ട് ഒരു 7 മണിക്കുള്ളിൽ 3 ലിറ്റർ വെള്ളവും മാക്സിമം കുടിച്ച് തീർക്കുമായിരുന്നു. 3 അല്ലെങ്കിൽ 3.25 അതിൽ കൂടുതൽ കുടിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 7 മണിക്കുള്ളിൽ എൻ്റെ വെള്ളം കൂടി തീരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷം കുടിക്കും തോറും നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കുകയാണ്. നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും വെള്ളം നമ്മൾ വയറ്റിൽ കിടക്കുമല്ലേ. അതുമാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഒരുപാട് വെയിറ്റും തോന്നും. അത് പിന്നെ വലിയ കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ ഒരു ഉറക്കത്തെ ബാധിക്കുന്ന കാര്യമുള്ളത് കൊണ്ട് 7 മണിക്ക് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കാം, അനാവശ്യമായിട്ട് കുടിക്കണ്ട. ഇനി 3-ാമത്തെ കാര്യം, ഷുഗർ. നമുക്കറിയാം ഷുഗർ വില്ലനാണ്, കഴിക്കരുത്. എന്നാലും കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലേ ഷുഗർ. അതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. ഇത്രയും വൃത്തികെട്ട ഒരു സാധനം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് വേറെ ഉണ്ടാവില്ല കേട്ടോ. തടി വെക്കുന്നത് മാത്രമല്ല, ഡയബറ്റിക്സ്, കൊളസ്ട്രോള്, നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ സാധനമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. പക്ഷേ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഞാൻ ഉൾപ്പെടെ അയ്യോ മൂഡ് സ്വിങ്സ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഷുഗർ എന്തെങ്കിലും കഴിക്കണം എന്നാലേ മൂഡൊന്നും ശരിയാവുള്ളൂ. പക്ഷേ ശരിയാവില്ല, അത് മൂഡ് സ്വിങ്സിനെ കൂട്ടുകയുള്ളൂ. പിന്നെ സ്കിന്നിനെ നാശാക്കാൻ ഇതുപോലെ സഹായിക്കുന്ന ഒരു സാധനം വേറെ ഒന്നുമില്ല കേട്ടോ. അതുപോലെ ഇൻഫ്ലമേഷൻ, നീരും കാര്യങ്ങളൊക്കെ ചിലർക്ക് ശരീരത്തിലുണ്ടാവും അല്ലേ. ആ ഇൻഫ്ലമേഷൻ്റെ ഒക്കെ റീസൺ ഈ ഒരു ഷുഗർ കാരണമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല ഷുഗറിനെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് ക്രേവിങ്സ് വരുന്ന ഒരു സാധനമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഞാൻ ചായയും കാപ്പിയും കുടിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് ഷുഗർ ഇട്ട് ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഒഴിവാക്കി. പക്ഷേ എനിക്ക് പേസ്ട്രി, ഐസ്ക്രീം, ജിലേബി, ലഡു, ചോക്ലേറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചായയിലും കാപ്പിയിലൊന്നും ഒതുങ്ങുന്ന സാധനമല്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അഡിക്ഷനായിരുന്നു കേട്ടോ. അതൊക്കെ പോട്ടെ, കൊക്കക്കോള, സ്പ്രൈറ്റ്, പെപ്സി ഇതുപോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമാണെന്നല്ല, ഇഷ്ടമായിരുന്നു. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കാൻ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഈ കോക്കും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആ ഒരു സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ബേബീൻ്റെ ഹെൽത്തിന് അത് മോശമാണെന്ന് എനിക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കി. എന്നാലും ഇടയ്ക്ക് ക്രേവിങ്സ് വരുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ ക്ലബ് സോഡയില്ലേ, സോഡ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, അന്ന് ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് അത് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സോഡ ഒഴിച്ച് കുടിക്കുമായിരുന്നു. ഇനി ലാസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കമാണ്. ബാക്കിയെല്ലാം നമ്മുടെ കൺട്രോളിലാണ്. ഷുഗർ കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണമെങ്കിൽ കഴിക്കേണ്ട. വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഡിന്നർ 6 മണിക്ക് കഴിക്കണോ കഴിക്കാം, 7 മണിക്ക് കഴിക്കണോ കഴിക്കാം. പക്ഷേ ഉറക്കം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അല്ലേ. ടു ബി ഓണസ്റ്റ്, ഇപ്പോഴും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എനിക്ക്
കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് ഞാൻ ഇപ്പോഴും അത് വർക്കൗട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ ഉറക്കത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഒരു 7-8 മണിക്കൂർ എനിക്ക് കിട്ടാൻ ഞാൻ റിസർച്ച് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെ, ഫോണൊക്കെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഒഴിവാക്കി മാറ്റി വയ്ക്കുക. നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ് എമിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെലാറ്റോണിൻ പ്രൊഡക്ഷനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫോണ്, TV ഉൾപ്പെടെ ഒരു സ്ക്രീനും നമ്മൾ എടുക്കാനേ പാടില്ല ആ സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 10 മണി 11 മണിക്ക് ലേറ്റ് നൈറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 4 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ബോണസായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് റൂട്ടീനായിട്ട് ഒരു 3-4 മാസം കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, ഇപ്പോൾ ഡയബറ്റിക്സോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ സ്ട്രെസ് ഹോർമോണും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വെയിറ്റ് ലോസ് ജേർണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 3 ടിപ്സ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, അത് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ മോട്ടിവേഷനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഇരുന്നേ. നമ്മുടെ ലൈഫിലും വരുത്തുന്നതോട് ഒരു മാറ്റം ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.